നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് തമ്പിയുടെ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ വരുവാണ്. ഇത്രയും കാലം മറച്ചു വെച്ച ആ വലിയ രഹസ്യം അപർണ അറിയുവാണ്. തൻ്റെ സ്വന്തം ചോര തന്നെയാണ് ജാനകി എന്നുള്ള ആ സത്യങ്ങളൊക്കെ പുറത്തറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അപർണയ്ക്ക് ഒരു പിടിച്ചേപ്പില്ല. തമ്പിയുടെ കാര്യത്തിന് തീരുമാനമായി. തമ്പിയെ കൊല്ലാൻ അപർണ തന്നെ എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു ഒടുവില് ജാനകിയും നിരഞ്ജനെ അബിയെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പക്ഷേങ്കിൽ കേസൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയാൽ മതിയല്ലോ. അതിനുശേഷം കോടതി ഹാജരാക്കാൻ പറ്റുള്ളൂ. അന്നത്തെ ദിവസം അബിയെ പുറത്തിറക്കാൻ പറ്റില്ലെന്ന് നിരഞ്ജനയ്ക്കറിയാം. പക്ഷെ എന്ത് വില കൊടുത്തും നിരഞ്ജന ഇറക്കുമെന്ന് ജാനകിക്ക് വാക്കുകൊടുത്തു. ജാനിയോട് പറഞ്ഞു, ജാനി അടുത്ത് ഇന്ന് പോയിക്കോ, നാളെ നമുക്ക് മതിയായ തെളിവുകളായിട്ട് വരാം. ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാ, ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചോളാം. ജാനി അടുത്ത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. അബിയാണ് ഒരു പോറൽ പോലും എടുക്കില്ല, ഞാനല്ലേ പറയണത്. അങ്ങനെ ജാനകിയോട് പറഞ്ഞ് ജാനകിയെ ആശ്വസിപ്പിച്ച് വിടുക. അതിനുശേഷം നിരഞ്ജന വേണ്ട തെളിവുകളൊക്കെ ശേഖരിക്കാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടറുടെ മൊഴി കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തി. ഈ സേനം മരണപ്പെട്ട ദിവസങ്ങളെല്ലാം അബി ജാനകിയുടെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം ശേഖരിച്ചു. നാളെ അബിയേട്ടനെ കോടതി ഹാജരാക്കുന്ന സമയത്ത് ഇതെല്ലാം കൊടുക്കണം. അപ്പം അബിയേട്ടന് ഉറപ്പായിട്ടും പുറത്തു വരാൻ സാധിക്കും. അബിയേട്ടനെ കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇന്നൊറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ സമയം ജാനകി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൊന്നു ഓടിച്ചെന്നിട്ട് ജാനകിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ വന്നില്ലമ്മ എന്നൊക്കെ ചോദിക്കുക. ജാനകിക്ക് സങ്കടമായി. എന്തിനാമ്മ അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയതാ, അച്ഛൻ എന്താ വരാത്തേന്ന്. കുഞ്ഞു മനസ്സല്ലേ, അതിനറിയില്ലല്ലോ. ജാനകി, അച്ഛനൊരു കുഴപ്പമൊന്നുമില്ല, അച്ഛൻ നാളെ ഇങ്ങോട്ടേക്ക് വരൂ കേട്ടോ. രാധാമണി വന്നിട്ട് ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങൾ? ഇന്നൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലായിരിക്കുമേ. സാരമില്ല, നാളെ അബിയേട്ടനെ നിരഞ്ജനെ പുറത്തിറക്കിയിരിക്കും. അബിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. ആ സമയം അപർണ ഭയങ്കര സന്തോഷത്തിലാ. ഒരു ദിവസം അവനെ അകത്ത് കിടത്താൻ പറ്റുമല്ലോ. അവനൊരു കാരണവശാലും പുറലോകം കാണരുത് എന്നൊരു ചിന്തയായിരുന്നു അപർണയുടെ മനസ്സിൽ. പക്ഷെ അത് അപർണയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അവിടെ അബി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോകുന്നൊരു ധാരണയൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു സേനൻ്റെ കേസിൽ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ജാനകിക്ക് നന്നായി അറിയായിരുന്നു. രാധാമണി മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ നടത്തി. തന്നെ ഇത്രയും കാലം ദ്രോഹിച്ചത് പോരാ, ഇപ്പം തൻ്റെ മകളെയും മരുമോനെയും കൂടെ ദ്രോഹിക്കാൻ ഇറങ്ങിയിരിക്കുക ആ തമ്പി. തമ്പി അങ്ങനെ വെറുതെ വിട്ടുകൂടാ. അവനിട്ടൊരു പണി കൊടുക്കണം, അവനെ ശരിയാക്കണം എന്നൊരു ചിന്ത രാധാമണിയുടെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. രാത്രിയിലാണ് ഒരുപോലെ കണ്ടുറങ്ങാൻ ജാനകിക്ക് സാധിച്ചില്ല. അബിയേട്ടൻ പോലീസ് ലോക്കപ്പിലാണല്ലോ എന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ നിരഞ്ജനയെ വിളിച്ചു. നിരഞ്ജന ജാനകിനെ വിളിച്ചിട്ടൊന്നും ജാനി അടുത്തി വിഷമിക്കേണ്ട, ജാനി അടുത്തി സ്റ്റേഷനിലേക്ക് പോരെ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം. അങ്ങനെ രാവിലെ തന്നെ പോയി അബിയെ കണ്ടു. അതിനുശേഷം അബിയെ കോടതി ഹാജരാക്കാനായിട്ട് കൊണ്ടുവന്നേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിരഞ്ജന വാദിച്ചു. തെളിവുകളെല്ലാം കോടതി ഹാജരാക്കി. അബിക്ക് ആ സേനൻ്റെ കൊലപാതകമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള കാര്യം പുറത്തു വന്നു. അമലും പോയിട്ടുണ്ടായിരുന്നു കോടതിയിലേക്ക്. അങ്ങനെ സത്യാവസ്ഥകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പം അബിയെ കോടതി വെറുതെ വിട്ടു. അബി പുറത്തു വന്നു കഴിഞ്ഞപ്പം കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജാനകി അമലൊക്കെ. ജാനകി അബിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. അമൽ പറഞ്ഞു, അങ്ങനെ കള്ളക്കേസ് കുടുക്കി അബിയേട്ടനെ അകത്തിടാനൊന്നും പറ്റില്ല. അബിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒത്തിരി നാൾ ആർക്കും കള്ളത്തരമൊന്നും പറഞ്ഞ് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, ഇതാ അപർണയുടെ കരിപ്പ, അവൾക്ക് നമ്മളോടുള്ള ദേഷ്യം തീർത്തല്ലേ അവള്. പക്ഷെ അവൾക്കറിയില്ല നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് എവിടെയെങ്കിലും ഒരു തെളിവ് കാണുമെന്ന്. അതിന് ഉത്തമ ഉദാഹരണമല്ലേ CCTV ദൃശ്യങ്ങൾ. അമൽ പറഞ്ഞു, അവളെ അങ്ങനെ വെറുതെ വിടല്ലേ അഭിയേട്ട, അവൾക്കിട്ടുള്ള പണി കൊടുക്കണം. അതിനുശേഷം നിരഞ്ജന കോടതിയിലേക്ക് പോയി. ആ സമയത്ത് അബിയും ജാനകിയും അവനും കൂടെ വീട്ടിലേക്ക് വരുക. അങ്ങനെ അബിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവിടെ ഉണ്ടായിരുന്നു. അപർണയുടെ അടുത്തേക്ക് അബി എന്നു. അബി എന്നിട്ട് ചോദിച്ചു, നീ എന്താടി വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഞാൻ നേരെ ജയിലിലേക്ക് പോകുന്നോ? അങ്ങനെയുള്ള ധാരണ നിനക്കോ നിന്റെ അച്ഛനാ തമ്പിക്കോ വേണ്ട. എന്നെ കൊടുക്കാന്ന് വിചാരിച്ചില്ലേ സേനൻ്റെ കേസിൽ? എടി നിരപരാധിയാണ്, പിന്നെ എന്തിനാടി പേടിക്കണേ? അതുകൊണ്ടായിരുന്നല്ലോ എനിക്കൊരു ഭയമില്ലാതിരുന്നേ. നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. അത് കേട്ടതും അപർണ പറഞ്ഞു, ഇപ്പം രക്ഷപ്പെട്ടെന്നോർത്ത് എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല. എപ്പോഴും രക്ഷപ്പെടൂടി. അബി തെറ്റ് ചെയ്യാത്തടത്തോളം കാലം അബിക്ക് ആരുടെ മുന്നിൽ കുനിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ജാനകി പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അബിയേട്ടനെ പുറത്തിറക്കുമെന്ന്.
ഇപ്പം എങ്ങനെയുണ്ട്? എടി, കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയാലൊന്നും ഈ അഭിയേട്ടനെയോ അല്ലെങ്കിൽ ജാനകിയോ ഒന്നും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമല് പറഞ്ഞു. ഇതിനേക്കാളും പേര് നീ പോയി തൂങ്ങിച്ചാകുന്നടി. ഇത്രയും നാണം കിട്ടും. നീ എന്തിനാടി ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? നിനക്ക് ഇത്രയെങ്കിലും നാണം എളുപ്പമുണ്ടായിരുന്നെങ്കിൽ നീ പണ്ട് ഈ വീട് വിട്ടു പോയേനം. അപ്പോഴേക്കും രാധാമണി അങ്ങോട്ടേക്ക് വന്നു. രാധാമണിക്കും സന്തോഷമായി. അഭി വന്നല്ലോ, ആ ഒരു ചിന്ത. അങ്ങനെ അഭിയും ജാനകി അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ രാധാമണി വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല. തൻ്റെ മരുമോനെ ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവനല്ലേ തമ്പി. തമ്പിക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനുശേഷം തമ്പി വരുന്നുണ്ട്. അളകാപുരിയിലേക്ക് വരുവാണ് അപർണയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കതവ് പോയി തുറക്കുന്ന രാധാമണിയാ. തമ്പിയെ കണ്ടത് രാധാമണിക്ക് അടിമുടിയും കൂടെ പെരുത്ത് കയറി. രാധാമണി പറഞ്ഞു, നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നടാ. എൻ്റെ കൺമുന്നിൽ നീ വന്ന് പെട്ടാ നന്നായി. തമ്പി ഒന്നും മിണ്ടാതെ രാധാമണിയെ നോക്കി. നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ? ഒന്നും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ രാധാമണി ബാലും ചുരുട്ടിക്കൊണ്ട് ഓടുന്നോ? ആ കാലമൊക്കെ കഴിഞ്ഞിടാ. എൻ്റെ മോളെ അപായപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് നീ ഭീഷണിപ്പെടുത്തി കോടതിയിൽ എന്നെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചില്ല. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇനി ഞാൻ സ്ട്രോങ് ആയിട്ട് പുറത്തിറങ്ങാൻ പോവാ. കണ്ടോ, അവസാനം നിന്റെ അന്ത്യം നിന്റെ മകളുടെ കൈകൊണ്ടായിരിക്കും. സത്യങ്ങളൊക്കെ അപർണ അറിഞ്ഞു കഴിയുമ്പോൾ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലടാ, നിന്നെ അവൾ വലിച്ചു കീറത്തുള്ളൂ. അതിൻ്റെ ഇതൊക്കെ ഞാൻ കാണാൻ പോകുന്നുള്ളൂ. ആ കാഴ്ചകളൊക്കെ നീ കാത്തിരുന്നോ തമ്പി. നിനക്കുള്ള കുഴി വെട്ടുന്ന നിന്റെ മോള് തന്നെയായിരിക്കും. ഇനി നിനക്ക് അധികം നാൾ ഇങ്ങനെ സൂചിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും കാലം നീ എല്ലാവരുടെയും കണ്ണി പൊടിയിട്ട് നടന്നു. എല്ലാവരുടെയും മുന്നിൽ വലിയ മാന്യമായിട്ട് കളിച്ചു. പക്ഷെ നിന്റെ മാന്യത, നിന്റെ മുഖം മൂടി പുറത്തു വരാൻ പോവുകയാണ്. അതെല്ലാം കേട്ടപ്പോൾ തമ്പിക്ക് നല്ല ടെൻഷനായി. അങ്ങനെ തമ്പി അവിടുന്ന് ആട്ടിയിറക്കിയാണ് രാധാമണി വിടുന്നത്. തമ്പിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് തമ്പി വീട്ടിലേക്ക് വന്നിട്ട് രാജഗോപാലിനെ വിളിക്കുകയാണ്. രാജഗോപാലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. ആ രാധാമണി അവൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. അവൾ എന്നെ വെല്ലുവിളിച്ചിടോ. വെല്ലുവിളിച്ചെന്നോ? എന്ത്? അവൾ പറഞ്ഞിരിക്കുന്നത് അവൾ അപർണയോട് സത്യങ്ങളൊക്കെ പറയുമെന്ന്. സത്യങ്ങൾ? അതെ, ജാനകി എൻ്റെ മോളാണ്. രാധാമണിയിൽ എനിക്ക് ജനിച്ച മോളാണ് ജാനകിന്ന്. ആ സമയം വസുന്ധര അങ്ങോട്ടേക്ക് വരുന്നേ. വസന്ത ഈ ഫോൺ സംഭാഷണം കേട്ടു. വസുന്ധര ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പം ജാനകി ഇയാളുടെ സ്വന്തം ചോരയാണോ? രാധാമണിയെ പീഡിപ്പിച്ചെന്നുള്ള കാര്യം അറിയാം. അപ്പം രാധാമണി പറഞ്ഞ മോളാണോ ജാനകി? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് തമ്പി പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പം സമനില തെറ്റുന്ന പോലെ തോന്നി വസുന്ധരയ്ക്ക്. ഇയാൾ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നോ? സ്വന്തം മകളെ കൊല്ലാനാണോ വന്നിട്ട് ഇയാൾ കച്ച കെട്ടി ഇറങ്ങിയത്? എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ വസുന്ധരയ്ക്ക്. വസുന്ധര ഒന്നും മിണ്ടാതെ അത് കേട്ട ഭാവം നടിക്കാതെ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ തമ്പി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വസുന്ധര ഇത് കേട്ട കാര്യം. അതിനുശേഷം അപർണ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അപർണയുടെ വിചാരം ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അഭിയേയും ജാനകി ഏതെങ്കിലും കള്ളക്കേസ് കൊടുക്കാന്നൊക്കെ ഓർത്താ. അങ്ങനെ തമ്പിയുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപർണ വീട്ടിലേക്ക് വരുന്നത്. അപർണ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തമ്പി ഇറങ്ങി ചെന്നു. തമ്പി എന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അടുത്ത അടി നമുക്ക് ഉടനെ തന്നെ കൊടുക്കാം. ഈ സമയത്ത് വസുന്ധരയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. വസുന്ധര വന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ മോളെ ഇങ്ങോട്ടേക്ക് വന്നേ? അതെന്താ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൂടെ? വരുന്നതിനൊന്നും കുഴപ്പമില്ല. അറിയാലോ, നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട് വീട് അതാ അളകാപുരി. അവിടെ നിൽക്കാൻ പഠിക്കണം. അല്ലാതെ എപ്പോഴും ഇവിടെ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്തേലും ആവശ്യമുണ്ടോ വന്നാൽ മതി. തമ്പി പറഞ്ഞു, അതെന്താടി എൻ്റെ മോൾക്ക് ഇവിടെ വന്നുകൂടെ? വരുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ല തമ്പിയേട്ടാ. പക്ഷെ അതിന് അതിൻ്റെതായൊരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഇവൾക്ക് തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. ആ വീട്ടിലൊരു മനുഷ്യന്മാരോട് പോലും പറയാതെ ഇവള് തോന്നിയാസം ഇറങ്ങി നടക്കുമല്ലേ. തമ്പി പറഞ്ഞു, എൻ്റെ മോളെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നിരിക്കും. അത് നീ അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ മോളാണ് പോലും. അപ്പോഴേക്കും അപർണ പറഞ്ഞു, അച്ഛാ ആ ജാനകിട്ടൊരു പണി കൊടുക്കണം. ആ ജാനകിനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എല്ലാത്തിനും കാരണം അവളാണ് ആ അബിയെ പോയി ഇറക്കാനൊക്കെ കൂട്ടുതന്നെ. ഇത് കേട്ടതും വസുന്ധര ഒരു നിമിഷം അപർണയെ നോക്കി. അപ്പോഴേക്കും തമ്പി പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. വസുന്ധര ചോദിച്ചു, എന്ത് പണി കൊടുക്കാനാ? അവളെ കൊല്ലാനായിട്ടാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? സ്വന്തം ചോര ആരെങ്കിലും കൊല്ലുപോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ തമ്പി ഒരു ഞെട്ടലോടുകൂടി വസുന്ധരയെ നോക്കി. പെട്ടെന്ന് അപർണ ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞേ? അമ്മ ഇപ്പം എന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. അപർണയ്ക്ക് എന്തോ ഒരു സംഭവം ക്ലിക്ക്. അപ്പോഴേക്കും തമ്പി ഞെട്ടി പറിച്ച് നിൽക്കുക. വസുന്ധര പറഞ്ഞു, മനസ്സിലായില്ലല്ലേ? അന്ന് ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. രാധാമണി വാരിസിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മുമ്പേ ജാനകി. അപ്പം രാധാമണി വാരിസിനെ പീഡിപ്പിച്ചാൽ ആ പീഡിപ്പിച്ചാലുള്ള കുട്ടിയാണ് ജാനകി. ഇത് കേട്ടതും ഒരു നിമിഷം ഞെട്ടിപ്പോയി അപർണ. അമ്മേ വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമുള്ള നിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചു വെക്കുക ജാനകി ആരാന്ന്. രാധാമണി വാരിസിൽ
നിന്റെ അച്ഛനെ പറഞ്ഞ മോളാണ് ഈ ജാനകി, സത്യമല്ലേ? ഇത് കേട്ടപ്പോൾ തമ്പി തലയ്ക്ക് അടിയേറ്റ പോലെയായി. തമ്പി പറഞ്ഞു, ഇതേ വെറുതെ കള്ളത്തരം പറയരുത്, വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ വസുന്ധരെ. ആരെങ്കിലും എന്തേലും പറഞ്ഞു വെച്ചാൽ ആരും പറഞ്ഞല്ല. നിങ്ങൾക്ക് അത്ര ഇതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, ജാനകിയെ വിളിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ ഒരു DNA ടെസ്റ്റ് അങ്ങ് നടത്തുക. അപ്പോൾ കൃത്യമായിട്ട് അറിയാലോ. ഇനിയിപ്പോൾ അപർണയെ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ജാനകിയോട് തന്നെ ചെന്ന് ചോദിക്കും. പക്ഷെ അതൊന്നും അപർണയുടെ ചെവിക്കല് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപർണ വല്ലാത്തൊരു ഞെട്ടലില്ല നിൽക്കുന്നത്. ഇതുവരത്തെ പോലെ അല്ല ഈ കാര്യം. അതും രാധാമണി വയസ്സിൽ തൻ്റെ അച്ഛന് ജനിച്ച മോളാണ് ജാനകി. താൻ എത്രയോ വട്ടം അവളെ ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു. അച്ഛനേതാ അമ്മയേതെന്ന് അറിയത്തില്ല. പിന്നെ നീയൊക്കെ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് കിടക്കുന്നവൻ്റെ മോളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പലവട്ടം അധിക്ഷേപിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് സഹിച്ചില്ല. അപർണയുടെ സമനില തെറ്റി അപർണ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഇത്രയും നാളും കാത്തിരുന്ന് ഒടുവിൽ ആ സത്യങ്ങളൊക്കെ അപർണ അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയായി തീരുമെന്ന്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.